മുൻകാല തെരഞ്ഞെടുപ്പുകളിലെ ഒരു ക്ലാരിറ്റി വെക്കണം. അപ്പം നിങ്ങളിപ്പോ പറഞ്ഞിരിക്കുന്നത് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾക്ക് നിലപാട് അതല്ലെങ്കിലും ഈ കനകോല് പറഞ്ഞു കൊടുക്കുന്നത് അതേപോലെ പറയേണ്ടി വരുന്നു പറയുന്നത് അങ്ങനെയാണോ എങ്ങനെയാണ് ഏത് തരത്തിൽ പറഞ്ഞാലാണ് ആശയക്കുഴപ്പമുണ്ടാക്കാൻ പറ്റുക തുടങ്ങിയ ഉപദേശങ്ങൾ കനകോലുവിനെ പോലുള്ളവർ കൊടുക്കുകയാണ്. പ്രശാന്ത് കിഷോറും കനകോലുവും കൂടെ ചേർന്നാണ് നരേന്ദ്രമോദി തയ്യാറാക്കിയത്. അത് കനകോലുവിന് ഔട്ട്സോഴ്സ് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട യോഗങ്ങളിൽ തന്നെ കനകോലു സന്നിഹിതനായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇനി കനകോലു പറയുന്നത് തത്തമ്മേ പൂച്ച എന്നുള്ള മട്ടിലാണോ പറയുന്നത്, അതോ അവരുടേതായ ഒരു എന്തെങ്കിലും കൂട്ടിച്ചേർത്തിട്ടാണോ ഇവർ പറയുന്നത് എന്നുള്ളത് ഇവർ നൽകിയ ഉപദേശം എന്താണെന്ന് കൂടെ അറിഞ്ഞാലേ അതറിയാനുള്ള സാഹചര്യം എനിക്കില്ല. പക്ഷേ പ്രധാന ഉപദേഷ്ടാക്കൾ കനകോലുമാരാണ്. കേരളത്തിൽ 2 മണ്ഡലത്തിൽ പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളില്ല. അവിടെ എസ്ഡിപിഐയുടെ പിന്തുണ ഈ 2 മണ്ഡലങ്ങളിലും LDF-നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ വേണ്ടതില്ല എന്നൊരു തള്ളി പറയും. അല്ല, അവിടെ പറയുന്നത് എന്നെല്ലാം പറയുമ്പം ഈ ഓരോ മണ്ഡലത്തിലെയും ആരെല്ലാമാണ് സ്ഥാനാർത്ഥികൾ ഇതെല്ലാം മനസ്സിലാക്കി വെച്ചിട്ട് മീറ്റ് ദി പ്രസിന് വരുന്ന ഒരാളല്ല ഞാൻ. എന്നിൽ നിന്ന് അങ്ങനെ ഓരോ മണ്ഡലത്തെക്കുറിച്ചും അവിടുത്തെ ഇന്ന സ്ഥാനാർത്ഥികളാണ്, അവരങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പ്രയാസമുണ്ട്. ഇതിനകത്ത് CPIM-ൻ്റെയും LDF-ൻ്റെയും സമീപനം വളരെ വ്യക്തമാണ്. ഈ സംഘടനകളൊന്നുമായി ചർച്ച നടത്തി ഈ സംഘടനകളിൽ നിന്നും സഹായം സ്വീകരിക്കുന്ന ഒരു സമീപനം CPIM-നോ LDF-നോ ഇല്ല. ഇവർ അവരവരുടേതായ കാരണങ്ങളാൽ സ്വയം എന്തെങ്കിലും പ്രഖ്യാപിച്ചാൽ പോളിംഗ് ബൂത്തിൽ ചെന്ന് അവരുടെ പ്രവർത്തകർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അവരുടെ കൈ പിടിച്ച് തടസ്സപ്പെടുത്തുന്ന ഒരു പരിപാടി നമുക്ക് സാധ്യമല്ലല്ലോ. അപ്പോൾ വളരെ ലളിതമാണ്. ഇത്തരം സംഘടനകളുമായി ബന്ധപ്പെട്ട് അവരോട് സംസാരിച്ച് അവരുടെ സഹായവും പിന്തുണയും അഭ്യർത്ഥിച്ച് അങ്ങനെ ഒരു പരിപാടി രാഷ്ട്രീയമായി ഈ സംഘടനകളോട് സംസാരിച്ച് ധാരണയുണ്ടാക്കുക എന്നുള്ള ഒരു നിലപാടില്ല. അവർക്ക് അവരുടേതായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെന്തെങ്കിലും തീരുമാനമെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് അവരുടെ കാര്യമാണ്. അത് അവർ പ്രഖ്യാപിക്കുകയോ പ്രഖ്യാപിക്കാതിരിക്കുകയോ ചെയ്യേണ്ട കാര്യമാണ്. അല്ല, പിന്തുണ കിട്ടിയാലെന്ന് പറഞ്ഞാൽ അത് അവരുമായിട്ട് സംസാരിച്ചിട്ടല്ലേ. അവരെന്ത് ചെയ്യണമെന്നുള്ളത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഒരു സംശയമില്ലാത്ത വിഷയമാണ്. കോൺഗ്രസും UDF-ഉം അവരുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നീക്കുപോക്കുണ്ടാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നുള്ള തിക്താനുഭവം ഉണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചിലപ്പോൾ തീരുമാനമെടുക്കും. അതെന്താണെന്നൊന്നും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതുവരൊന്നും വ്യക്തമായിട്ടില്ല. മുൻകാല തെരഞ്ഞെടുപ്പിൽ മുമ്പ് തന്നെ CPM-ന്റെ നിലപാട് വ്യക്തമാക്കാറുണ്ട്. വർഗീയ ശക്തികളോട് ഒരു തരത്തിൽ സന്ധിയുമില്ല, ചർച്ചയുമില്ല, ആ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് വളരെ ക്ലാരിറ്റിയോടെ CPM പറയാറുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലായാലും മുൻകാല തെരഞ്ഞെടുപ്പിലായാലും ഇപ്പോൾ അങ്ങനെയാണ്. പക്ഷെ ഈ തവണ അങ്ങനെ ഇപ്പോൾ പോലും പറയുന്നത് അവരവരുടെ നിലപാട് വ്യക്തമാക്കട്ടെ എന്നാണ്. ഈ SDP-യുടെ വോട്ട് വേണ്ട എന്ന് വളരെ ക്ലാരിറ്റിയോടെ പറയാൻ സാധിക്കുമോ CPM-ന്? SDP-യുടെ വോട്ട് വേണമെങ്കിൽ SDP-യുമായിട്ട് ഞങ്ങൾ സംസാരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ സംസാരിക്കുന്ന പ്രശ്നമില്ല. അല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. CPIM-ഉം LDF-ഉം വർഗീയ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുമായി രാഷ്ട്രീയമായി ചർച്ച നടത്തി ഒരു ധാരണയിലോ നീക്കുപോക്കിലോ എത്തുന്ന പ്രശ്നമില്ല. അതാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാട് ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് അവരെന്ത് വേണം എന്ന് തീരുമാനിക്കുകയും പ്രവർത്തിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യട്ടെ. അന്നേരം നമുക്ക് നോക്കാം. അവർ വോട്ട് തരികയോ അല്ലെങ്കിൽ ഇത്തവണ LDF-നെ പിന്തുണക്കുന്നു അവരുടെ നിലപാട് നോക്കിയിട്ടല്ലോ CPM ഇത്തരം വിഷയങ്ങളിൽ ആദ്യം തന്നെ നിലപാട് വ്യക്തമാക്കാറ്. പ്രത്യേകിച്ച് അവരിപ്പോൾ വോട്ട് തരാൻ തയ്യാറാണെങ്കിൽ അത് തന്നോട്ടെ എന്ന നിലയിൽ ഒരു സൈലന്റ് പൊളിറ്റിക്സ് ആണോ ഉദ്ദേശിക്കുന്നത്? ഒന്നാമതായി ഈ തെരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ മുഖ്യ വിഷയം SDP-യും ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ വെൽഫെയർ പാർട്ടിയും ആർക്ക് വോട്ട് ചെയ്യും ആർക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ളതല്ല ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ ചർച്ചാ വിഷയം. UDF-ന് അതാണ് മുഖ്യ ചർച്ചാ വിഷയം. എന്തുകൊണ്ട്? അവരെല്ലാം ആശ്രയിച്ചിട്ടാണ് UDF പ്രവർത്തിക്കുന്നത്. RSS-ഉമായിട്ട് ഡീലുണ്ട്. നേമത്തും പിന്നെ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലും ഉണ്ടായതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷനിലും കൊല്ലം കോർപ്പറേഷനിലും ഉണ്ടായതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP-യെ ജയിക്കാൻ ഞങ്ങൾ സഹായിക്കാം. കൊല്ലം കോർപ്പറേഷനിൽ
കോൺഗ്രസിനെയും യു ഡി എഫിനെയും ജയിക്കാൻ ഞങ്ങൾ സഹായിക്കാമെന്ന് BJP. അങ്ങനെ പരസ്പരം 2 കോർപ്പറേഷൻ അടുത്തടുത്ത ജില്ലകളിൽ പരസ്പരം സഹായിച്ചിട്ട് ആ 2 കോർപ്പറേഷനുകളിലും ഈ 2 കൂട്ടർക്കും ഇപ്പോൾ BJPക്ക് കോർപ്പറേഷൻ UDF സംഘടിപ്പിച്ചു കൊടുത്ത തിരുവനന്തപുരത്ത് തന്നെ UDF കൗൺസിലർമാരുടെ എണ്ണവും കൂട്ടി കൊടുത്തിട്ടുണ്ട് BJP. കൊല്ലത്ത് കോൺഗ്രസിനും UDFനും ഇടതുപക്ഷത്ത് നിന്ന് കോർപ്പറേഷൻ പിടിച്ചുകൊടുത്ത BJPക്ക് UDF കൊല്ലം കോർപ്പറേഷനിൽ സീറ്റ് വർദ്ധിക്കാൻ BJPയുടെ കൗൺസിലർമാരുടെ എണ്ണം വർദ്ധിക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ കൺമുമ്പിലുള്ള കാര്യമാണ്. വെൽഫെയർ പാർട്ടി UDFിൻ്റെ ഒരു ഘടകരാഷ്ട്രീയ പാർട്ടിയെ പോലാണ് പ്രവർത്തിച്ചത് ത്രിതല പഞ്ചായത്തിനെതിരും. ഇതെല്ലാമാണ്. ഇനി അത്തരം പാർട്ടികൾ അവരുടെ നിലപാട് പുനഃപരിശോധിക്കുന്നു, മാറാൻ സാധ്യതയുണ്ട് എന്നെല്ലാമുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ അവരുടെ നിലപാട് വ്യക്തമാകട്ടെ, അപ്പോൾ നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ അവർ UDFുമായിട്ട് സഹകരിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ തന്നെ കാസർഗോഡ് ജില്ലയിൽ തന്നെ നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു, UDFിൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് അവർ അവരുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് എന്നുള്ളതും അറിയാമല്ലോ. അപ്പോൾ ഉടനെ ഇപ്പോൾ CPM അല്ല അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയേണ്ടത്, LDFും അല്ല. CPMും LDFും ഒരു കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. വെൽഫെയർ പാർട്ടിയുമായോ SDP-യുമായോ ചർച്ച നടത്തി എന്തെങ്കിലും ധാരണയോ നീക്കുപോക്കോ ഉണ്ടാക്കുന്ന പ്രശ്നമേ ഇല്ല. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അത്രയേ അതിനെക്കുറിച്ച് CPM പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനപ്പുറം എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചു പറിച്ചെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നിങ്ങൾക്കറിയാവുന്ന സഖാവ് MV രാഘവൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ് പാർട്ടിയുടെ. സഖാവ് PV കുഞ്ഞിക്കണ്ണൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ഏകോപന സമിതിയുടെ കൺവീനറുമായിരുന്നു. സഖാവ് പുത്തലത്ത് നാരായണൻ സമന്വയ നേതാവായിരുന്നു. ഈ 3 പേരാണ് ബലമാറിൽ നിന്നും ബദൽ രേഖയുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ നിന്ന് പോയത്. 85-ൽ 87-ലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ജയിക്കുന്നത്. ഗൗരിയമ്മ വളരെ ജനകീയ അംഗീകാരം ഉണ്ടായിരുന്ന നേതാവാണ്, പാർട്ടിയുടെ സമന്വയ നേതാവായിരുന്നു. ഗൗരിയമ്മ പോയി വേറൊരു പാർട്ടി തന്നെ രൂപീകരിച്ചു, വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് ജയിച്ചു. സഖാവ് MVRും സഖാവ് ഗൗരിയമ്മയും തിരിച്ച് അവസാന കാലത്ത് പാർട്ടിയുമായിട്ട് ബന്ധപ്പെടുന്ന നിലയിൽ സ്വന്തം തെറ്റുതിരുത്തുകയും ചെയ്തു. ഇതിനേക്കാളും വലിയ സംഭവമൊന്നുമല്ല. ഇതിപ്പോൾ ഇവർ ഈ പോയെന്ന് പറയുന്നവരുടെ കൂടെ ആരെങ്കിലും പാർട്ടിപ്പെട്ടവർ പോയോ? കണ്ണൂർ ചിലർ പോയി. ആരാ പാർട്ടിയുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ടവർ പോയോ? പാർട്ടിയായിട്ട് നിൽക്കുകയാണ്. അല്ല, അദ്ദേഹം പോയി. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ 3 പേര് പോയി, കൂടെ ഒരുപാട് പേര് പോയി. ആരൊക്കെ പോയി? CK ചക്രവാണി, MP ആയിരുന്ന CK ചക്രവാണി പോയി. രാജ്യസഭാംഗമായിരുന്ന സഖാവ് പാട്ടിൻ രാജൻ പോയി. ഇപ്പോൾ പാർട്ടിയുടെ കൂടാണ് സഖാവ് പാട്ടിൻ രാജൻ. അപ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞ പാർട്ടിക്ക് ഈ നിങ്ങളിപ്പോൾ പറയുന്ന ഏതാനും പേര് പോയത് കൊണ്ട്, അവരുടെ കൂടെ വേറെ ആരും പോയിട്ടില്ല, അവർ മാത്രമേ പോയിട്ടുള്ളൂ. അവരെ പാർട്ടി വിട്ടു പോയത് കൊണ്ട് അവർ പാർട്ടി വിട്ടുപോയി. പക്ഷെ അവർക്ക് പോയി പാർട്ടിയുമായിട്ടുള്ള ഈ മഹത്തായ പാർട്ടിയുമായിട്ടുള്ള ബന്ധം അവർക്ക് നഷ്ടപ്പെട്ടത് കൊണ്ട് അവർ ഭാവിയിൽ ദുഃഖിക്കും എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അല്ല, അതെല്ലാം ഗോവിന്ദൻ മാഷും